الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നതാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ജീവിക്കും എന്നതിന് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജന്മനാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ പലപ്പോഴും ആ പ്രതിജ്ഞ പുതുക്കുന്നുമുണ്ട്. എല്ലാവരും, മുസ്ലിങ്ങളെല്ലാവരും. അതാണ് ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത്. കലിമത്തു ഷഹാദ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് സത്യസാക്ഷ്യം, കലിമത്തു ഷഹാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ കാര്യവും ഈമാൻ കാര്യത്തിലെ ഒന്നാമത്തെ കാര്യവും ഈ ഷഹാദത്ത് ഉൾക്കൊള്ളുന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദ അറിഞ്ഞ് ദൃഢമായി വിശ്വസിച്ച് അത് പറയലും പ്രഖ്യാപിക്കലുമാണ് യഥാർത്ഥത്തിൽ ഷഹാദത്ത് എന്ന് പറയുന്നത്. അതറിയണം, അതിൽ വിശ്വസിക്കണം, ഉൾക്കൊള്ളണം, അത് പറയുകയും ചെയ്യണം. അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, അറിഞ്ഞ് വിശ്വസിച്ച് ദൃഢമായി വിശ്വസിച്ച് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രഖ്യാപനം. ബാങ്കിലും ഇഖാമത്തിലും മറ്റ് നിരവധി ദിക്റുകളിൽ ദുആകളിൽ ഒക്കെയായി നമ്മൾ പറയുന്ന ഷഹാദ. ആ ഷഹാദ വേണ്ട വിധം മനസ്സിലാക്കുകയും ആ ഷഹാദ അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയും ചെയ്യാൻ, എന്താണ് ഷഹാദ, എന്താണ് അതിൻ്റെ വ്യാപ്തി എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ ഭാഗം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. അതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദ അത് പ്രഖ്യാപിക്കലാണ്. ഇപ്പം നമ്മൾ സാക്ഷ്യം എന്ന് പറയും ഷഹാദത്തിന്. കുറച്ചുകൂടി വലിയ അർത്ഥമാണ് അതിനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷി പറയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സംഭവം ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ നമുക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് കണ്ടു എന്ന് പറയാം, അത്രയല്ലേ വേണ്ടൂ. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒരു തെളിവെടുപ്പിൽ, കോടതിയിൽ, പോലീസിൻ്റെ അടുത്ത് ഞാൻ സാക്ഷിയാന്ന് പറഞ്ഞാൽ
ആ പ്രവൃത്തിയിൽ പങ്കാളിത്തമൊന്നുമില്ല, നേരെ മറിച്ച് അത് നടന്നത് കണ്ടു എന്നാണ്. ഈ സാക്ഷ്യമല്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴുള്ള സാക്ഷ്യം. പിന്നെ എങ്ങനെ? അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ്. ഞാനത് അറിയുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനം ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും അതുണ്ടാവും. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരു മനുഷ്യൻ പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ആ സാക്ഷ്യം പൂർണ്ണമായ സാക്ഷ്യമാവില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അറബിയിൽ പറയുന്ന വിശദീകരണം. യഥാർത്ഥത്തിൽ ഇബാദത്തിന് യോഗ്യനായി തരപ്പെട്ടവനായി അല്ലാഹു അല്ലാതെ ആരുമില്ല എന്നാണ്. അത് ഞാൻ സാക്ഷ്യം വഹിച്ചാൽ പിന്നെ ഞാൻ ജീവിക്കുന്നത് അങ്ങനെയാവണം, ചെയ്യുന്നത് അങ്ങനെയാവണം, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ഇത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ ഷഹാദ പൂർത്തിയാവുകയുള്ളൂ. ഈ ഷഹാദ എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞതും പഠിപ്പിച്ചതുമാണ്. ഖുർആൻ പറയുന്നുണ്ട് ഈ ഒരു ആശയത്തെക്കുറിച്ച്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്ന് നീ അറിയണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമുള്ള ഒരു കൽപ്പനയല്ല. വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ, താങ്കളുടെ മുമ്പുള്ള പ്രവാചകന്മാരോട് ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ളത് ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്നും അതുകൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കണം എന്നും പറയാതെ ഒരൊറ്റ പ്രവാചകന്മാരും വന്നിട്ടില്ല എന്നാണ്. എല്ലാ പ്രവാചകന്മാർക്കും നൽകിയിട്ടുള്ള സന്ദേശം അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നും അള്ളാഹ്ക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്വഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അഫ്ളലായിട്ടുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ വലിപ്പം, അതിൻ്റെ ആശയം, അതിൻ്റെ വ്യാപ്തി എന്തുകൊണ്ടാണ് ഇത്രമാത്രം വലുതായത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുണ്ടായാൽ മാത്രമേ അതിൻ്റെ മുകളിൽ ദീൻ കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ. അസ്ഥിവാരമാണത്. അതാണ് കലിമത്തു ഷഹാദയുടെ ഒന്നാം ഭാഗം. അതാണ് കലിമത്തു തൗഹീദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചതുമാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇസ്ലാമിനെ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ, അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല പ്രദേശങ്ങളിലേക്കും ആളുകളെ അയച്ചപ്പോൾ അവരോടും പറഞ്ഞത് ഇത് പറയണം എന്നാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചത് ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്താനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട്, ഉദൂഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നും ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്നും ഉള്ള ആശയത്തിലേക്ക് അവരെ ക്ഷണിക്കണം എന്ന്. അപ്പോൾ ഈ ഷഹാദയുടെ രണ്ട് ഭാഗവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതും പറഞ്ഞു കൊടുക്കണം. ഒരു ഹദീസിൽ ആദ്യമായി പറയുന്ന കാര്യം ഇതായിരിക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ജനങ്ങളോട് പറയാൻ അല്ലാഹു തആല പറയാണ്, ജനങ്ങളെ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കും വന്നിട്ടുള്ള റസൂലാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്. ആ അല്ലാഹു അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ് ലാ ഇലാഹ ഇല്ലാ ഹുവ
യുഹീ വയുമീതു. എന്താ പറഞ്ഞത്? അള്ളാഹു. ആ അള്ളാഹുവിനാണ് ആകാശഭൂമികളുടെ അധികാരം. ആ അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് ഉലൂഹിയത്തിലും റുബൂബിയത്തിലും അസ്മാഉ വസിഫാത്തിലും ഒക്കെ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് പഠിപ്പിക്കുന്ന ഇതുപോലുള്ള നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൽ അള്ളാഹു മുഴുവൻ ജനങ്ങളോടും പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ജനങ്ങളോടാ പറയുന്നത്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, യാ അയ്യുഹൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് അവർക്ക് വിശ്വാസമുണ്ട്. സൃഷ്ടാവും രക്ഷിതാവുമായ ഒരു റബ്ബുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പം നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ റബ്ബ്. ആ റബ്ബിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നാണ്. അതാണ് നേരായ മാർഗം എന്നാണ്. പിന്നെ ഖുർആൻ പറയുന്നുണ്ട്, ആ റബ്ബാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്. ആ റബ്ബാണ് ആ വെള്ളത്തിൽ, മഴവെള്ളത്തിൽ നിന്ന് ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ റബ്ബാണ് നിങ്ങൾക്കതിൽ നിന്ന് കായ്കനികളും പഴങ്ങളും ഫലങ്ങളും നൽകുന്നത് എന്ന്. അപ്പം എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്? എന്താണ് ന്യായം? ന്യായം ഇത് തന്നെ. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത്. അപ്പം സൃഷ്ടിപ്പ് നടന്നു. സൃഷ്ടാവ് അള്ളാഹു ആണ് എന്നതാ. ആ റുബൂബിയ്യത്താണ്. ആ റുബൂബിയ്യത്തിൽ ഏകത്വമാണ്. ഉലൂഹിയ്യത്തിലും ഏകത്വം ഉണ്ടാകണം എന്നതിൻ്റെ ന്യായം. അള്ളാഹുവാണ് റബ്ബ് എന്നും ഖാലിഖ് എന്നും അവൻ ഏകനാണെന്നും അതിൽ അവന് പങ്കുകാരില്ല എന്നും ഒക്കെ വിശ്വസിച്ചാലും അതിൻ്റെ ഭാഗമായി വരേണ്ട ഉലൂഹിയ്യത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അവനോട് മാത്രമാണ് സഹായം തേടേണ്ടത് എന്ന ഉലൂഹിയത്ത് പൂർത്തിയായില്ലെങ്കിൽ അവൻ്റെ തൗഹീദ് പൂർത്തിയാവുകയില്ല. അപ്പോൾ ഷഹാദയുടെ ഒന്നാം ഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം ഇത്രമാത്രം വലുതും വിശാലവുമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദുൻ റസൂലുള്ളാഹ്. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നത് ചരിത്രകാരന്മാർ അംഗീകരിച്ച ഒരു കാര്യമാണ്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന്. പൊതുവെ സത്യസന്ധരായ നിരവധി ചരിത്രകാരന്മാർ പ്രവാചകൻ മുഹമ്മദ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് പ്രവാചകനാണ് എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ആ പറച്ചിൽ അവരുടെ ഷഹാദയാവുന്നില്ല. എന്തുകൊണ്ടാണ് ആ പറച്ചിൽ ഷഹാദ ആവാത്തത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഭവം കണ്ടിട്ട് സാക്ഷി പറയുന്ന മാതിരിയാണ്. മുഹമ്മദ് വന്നിട്ടുണ്ട്, അതൊരു കെട്ടുകഥയൊന്നുമല്ല, അതൊരു ഐതിഹ്യമല്ല, ഉള്ളത് തന്നെയാണ്. മുഹമ്മദ് ജനിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, നബി ആയിട്ടുണ്ട്, ജനങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, ഖുർആൻ അവതരിച്ച് കിട്ടിയിട്ടുണ്ട്, ഒക്കെ ശരിയാണ് എന്ന് സമ്മതിക്കുകയും എന്നാൽ ആ നബിയുടെ ദൗത്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റിയ വിധത്തിൽ ആ ഷഹാദ അയാൾ ഉൾക്കൊള്ളുന്നില്ല. അവിടെയാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താ മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവണം? നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന, ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം. അപ്പോഴേ ഷഹാദ പൂർത്തിയാവുകയുള്ളൂ. കുറവ് വരുന്നത് അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാപ്പാക്കി കൊടുക്കും, അത് മറ്റൊരു വിഷയം. പക്ഷെ അതിൻ്റെ പൂർണ്ണത, ഷഹാദ പൂർത്തിയാവുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹു പറയാം,
അല്ലാഹു ആണ് സത്യം, അവർ മുഅ്മിനീങ്ങളാവുകയില്ല. എന്ത് ചെയ്യുന്നത് വരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. ഒരു തർക്കമുണ്ടായി, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, എങ്ങനെ തീർക്കും? റസൂലുള്ളാഹിനോട് പോയി ചോദിച്ചു നോക്കുക, വിഷയം റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നുവോ അത് സ്വീകരിക്കുക. അത് ചിലപ്പോൾ ഒരാൾക്ക് അയാളുടെ അഭിപ്രായം ഉപേക്ഷിക്കേണ്ടി വരും, ഒരാൾ മറ്റേ അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും, ഒരാൾക്ക് റസൂലുള്ള പറഞ്ഞ തീരുമാനം കേൾക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചു എന്ന് വരും. അങ്ങനെയൊക്കെ സംഭവിച്ചാലും അള്ളാഹുവിൻ്റെ റസൂല് ഒരു വിധി പറഞ്ഞാൽ അത് അനുസരിക്കുന്നത് വരെ അവർ വിശ്വാസികളാവുകയില്ല എന്ന് പറഞ്ഞു. അത് മാത്രം പോരാ, സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, താങ്കൾ വിധിച്ച ആ വിധിയിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ യാതൊരു വിഷമവും തോന്നാതിരിക്കണം, അപ്പോഴേ മോമിനാവൂ എന്നാണ്. ഇപ്പം നമുക്കുണ്ടാകല്ലോ, എന്നെ വിചാരിച്ചിട്ടൊന്നുമല്ല, അതിങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് കാര്യപ്പെട്ട ഒരാൾ മദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ സ്വീകരിച്ചതാണ്, വിഷമത്തോടു കൂടി സ്വീകരിക്കാറുണ്ട് നമ്മൾ. പക്ഷെ റസൂലുള്ള ഒരു വിധി പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷമം മനസ്സിൽ തോന്നാൻ പാടില്ല എന്നാണ്. റസൂലുള്ള പറഞ്ഞോ അതാണ് അതിൻ്റെ ശരി, റസൂലുള്ള കൽപ്പിച്ചോ അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. നമുക്കറിയില്ല, ചിലപ്പോൾ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാകും, അതായിരിക്കാം കൂടുതൽ ശരി എന്ന് നമ്മൾ തൃപ്തിപ്പെട്ട് അത് സ്വീകരിക്കണം എന്ന് ഖുർആൻ ആവശ്യപ്പെടുകയാണ്. വയുസല്ലിമു തസ്ലീമാ, അവർ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്യുന്നത് വരെ. റസൂൽ ഒരു കാര്യം പറഞ്ഞു, അത് സ്വീകരിച്ച് അതിന് തന്നെ സമർപ്പിക്കണം. റസൂലുള്ള പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുള്ള ദീനിയായ വിഷയങ്ങളാണ്. ദുനിയവിയായ വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞല്ലോ, അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം കൂടുതൽ അറിയുക. അതെപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? അത് ഈത്തപ്പഴം അത് അതിൻ്റെ ഈത്തപ്പന കായ്ക്കുന്നതിന് മുമ്പ് അത് കൊലയായി വരുമ്പോൾ അതിൽ ആൺ മരവും പെൺമരവും, അല്ലെങ്കിൽ ആൺ കുലയും പെൺകുലയും എടുത്തിട്ട് പരാഗണം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതുണ്ടാവുക, ചില ചെടികളിൽ അങ്ങനെയാണ്. അപ്പോൾ സഹാബികൾക്ക് തോന്നി, അതെന്തിനാ അല്ലാഹു തആല ഇതിൻ്റെ മുകളിൽ ഈത്തപ്പഴം ഉണ്ടാക്കെങ്കിലും ഉണ്ടാകുമല്ലോ, അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ സൂചിപ്പിച്ചു. എന്തിനാണ് ഇപ്പം അത് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? അത് ഉണ്ടാകുന്നത് അങ്ങ് ഉണ്ടാവൂലേ, അള്ളാഹു ഉണ്ടാക്കൂലേ? അങ്ങനെ എന്ത് ചെയ്തെന്നറിയാം, അവർ സ്റ്റോപ്പ് ചെയ്തു. എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പരാഗണം നടത്തുന്ന പരിപാടി വേണ്ടാന്ന് വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത കൊല്ലം ഈത്തപ്പഴം കുറഞ്ഞുപോയി, വേണ്ടത്ര വിളവുണ്ടായില്ല. അപ്പോൾ അവർ റസൂലിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റസൂലേ ഞങ്ങളിത് ചെയ്തത് നിങ്ങളും പറഞ്ഞു, എന്തേ ഇതങ്ങ് ഉണ്ടായിക്കോളല്ലോ, അല്ലാഹു തആല വിളവൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, ഇങ്ങനെ നമ്മൾ പരാഗണം നടത്തണ്ട എന്ന് നിങ്ങളും പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവിൻ്റെ കാര്യം അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നിങ്ങളെ കാര്യമാണ്, ദുനിയാവിൻ്റെ കാര്യം നിങ്ങൾക്കാണ് അറിയാം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ദീൻ പഠിച്ച ആളുകൾ, ഖുർആൻ പഠിച്ച ആളുകൾ, ഹദീസ് പഠിച്ച ആളുകൾ, അവർക്കുണ്ടോ കൃഷിയെക്കുറിച്ച് അറിയുന്നു, എപ്പോഴാണ് വിത്തിടേണ്ടതെന്ന് അറിയുന്നു, എപ്പോഴാണ് വിളവെടുക്കുക എന്ന് അറിഞ്ഞോളണമെന്നില്ലല്ലോ, എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവില്ല. അപ്പോൾ ദുനിയാവിൻ്റെ കാര്യം ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ കാര്യം, ദീനിയായ ബന്ധപ്പെട്ട സംഗതി റസൂലുള്ള പറഞ്ഞാൽ അത് സ്വീകരിക്കാനും നമ്മെ സമർപ്പിക്കുവാനും അതിൽ മനസ്സിൽ യാതൊരു വിഷമവും ഇല്ലാതിരിക്കാനും പറ്റിയ വിധത്തിൽ നാം സന്നദ്ധരാവണം. എന്താ കാരണം? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, അതിൻ്റെ വിശദീകരണമായി വരേണ്ടത്, ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തെല്ലാം സാധിക്കണം എന്നതാണ്. ദീനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ നിലയിൽ ദീനിനെ ഉൾക്കൊണ്ട് ഷഹാദയുടെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ
വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന നമ്മൾ ഒരു പക്ഷേ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ബോധ്യപ്പെടുത്തി അങ്ങനെ ജീവിക്കുന്നുണ്ടാകും. ഒരു പക്ഷേ ഇബാദത്ത് കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതും ആ കൃത്യമായി ചെയ്യുന്നുണ്ടാകും. ഷഹാദ പൂർത്തിയായില്ല. എന്താണെന്നറിയോ? നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പെരുമാറുമ്പോൾ, നമ്മൾ ഇടപാടുകൾ നടത്തുമ്പോൾ, നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ, നമ്മൾ തൊഴിൽ എടുപ്പിക്കുമ്പോൾ, കുടുംബത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ഒക്കെ ഒരു ഷഹാദല്ലേ? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എവിടെ പോയി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിൽ എങ്ങനെ ജീവിച്ചു? അത് വളരെ പ്രകടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് എങ്ങനെ പെരുമാറി? വളരെ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട്, കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് ഇടപെട്ടത്? വളരെ വ്യക്തമാണ്. സാമ്പത്തിക രംഗങ്ങൾ എങ്ങനെയായിരുന്നു? അയൽപ്പക്ക മര്യാദകൾ എന്തെല്ലാമായിരുന്നു? കുറ്റവാളികളോട് എങ്ങനെ പെരുമാറി? കൂടെ നിൽക്കുന്നവരോട് എങ്ങനെ പെരുമാറി? ശത്രുക്കളോട് എങ്ങനെ പെരുമാറി? ഇതിലൊക്കെ തന്നെ വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മേഖലകളിലേക്കൊന്നും ആ റസൂലിനെ കടത്താൻ നമ്മൾ തയ്യാറില്ല. ആ റസൂല് ഈ മേഖലയിൽ ഇടപെടേണ്ടതില്ല എന്ന വിധത്തിലാണ് നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നേരിട്ട് പറഞ്ഞാലും ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ചിലർ പറയും സംഗതി ശരിയാണ്, പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനല്ലേ, ഞങ്ങളെ തറവാട്ടിലൊക്കെ ഇപ്പം അങ്ങനെയാണ്, ഞങ്ങളെ ജീവിതത്തിൽ അത് നിർബന്ധമാണ്. അപ്പം അവിടെ എന്ത് വരുന്നു? അവിടെ വരുന്നത് ഈ ഷഹാദ തൽക്കാലം അവിടെ ഇല്ലാതെയായി പോവുകയാണ്. അത് കൂടുതൽ നമ്മൾ കാണുന്നത് ഒന്ന് സാമ്പത്തിക രംഗത്താണ്. അന്യൻ്റെ സ്വത്ത് മുതൽ അവിഹിതമായ നിലയ്ക്ക് കയ്യിലേക്ക് വരാൻ പാടില്ല എന്നതൊരു നിയമമാണ്. ആഖിറത്തിൽ അല്ലാഹു തആല എങ്ങനെയാണ് സ്വത്തുണ്ടാക്കിയത്, എങ്ങനെയാണ് ചെലവഴിച്ചതെന്ന് ചോദിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും കുറേ സ്വത്തുണ്ടാക്കുക, പിന്നെ ആയിക്കഴിഞ്ഞിട്ട് അത് കുറേ പള്ളിക്ക് കൊടുക്കുക, കുറേ മദ്രസക്ക് കൊടുക്കുക, യത്തീംഖാനക്ക് കൊടുക്കുക. അങ്ങനെയല്ല, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. മറ്റൊന്ന് നമ്മുടെ ആഘോഷങ്ങളാണ്. കല്യാണം, വീട് കുടിയിരിക്കൽ, അതുപോലുള്ള ഓരോ ഒക്കേഷൻസ്. അതിൽ പലയിടത്തും റസൂലിൻ്റെ ആ ഷഹാദ ഉണ്ടാവുന്നില്ല. വഖ്തിന് നിസ്കരിക്കുക പോലും ചെയ്യുന്നില്ല. പല ആളും നിസ്കരിക്കാൻ കഴിയാത്തവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ അവർക്ക് ഉതെടുക്കാൻ പറ്റില്ല. മുഖം കഴിയാൽ മുഖത്തെ മേക്കപ്പും മറ്റും പോയി പോകും. എന്നിട്ട് ദുഹറുമില്ല, അസറുമില്ല, മഗ്രിബുമില്ല, ഇശായില്ല. അപ്പോൾ കല്യാണ ദിവസം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ? നമ്മളെന്താ ദുആ ചെയ്യുക? ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമാ ബൈനക്കുമാ ഫീ ഖൈർ. ഇത് ദുആ ചെയ്യുക, അല്ലാഹ് ബർക്കത്താക്കട്ടെ, നിങ്ങൾക്ക് ഹൈറിനെ തരട്ടെ, നിങ്ങളെ നന്മയിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇത് കിട്ടേണ്ട മനുഷ്യന്മാരാണ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. നിസ്കരിക്കാൻ പറഞ്ഞാൽ ഈ കുട്ടി എന്ത് ചെയ്യും? ഇങ്ങനെയെല്ലാം കൂടി ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അലങ്കരിച്ച് വെച്ചതല്ലേ? നമ്മൾ കാണണം. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വഖ്തിന് നമസ്കരിക്കാനാണ് റസൂലുള്ളാഹ് പറഞ്ഞത്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കണം. ബാക്കിയൊക്കെ അനുബന്ധങ്ങളാണ്, അതിനനുസൃതമായി പ്ലാൻ ചെയ്യേണ്ടതാണ്. വഖ്തിന് നമസ്കരിക്കാൻ കഴിയണം എന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ചില സ്ഥലത്ത് നമ്മൾ ചില വിവാഹ പരിപാടികൾക്കൊക്കെ പോയാൽ നമ്മളെ വാഹനം വൈകിട്ടോ അങ്ങനെ തിരക്കിലായിട്ടോ നമുക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കണം, യാത്രയിലാണ്, അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കണം, അസർ നിസ്കരിക്കണം, ഏതെങ്കിലും വഖ്ത് നമസ്കരിക്കണം. അതിനൊരു സ്ഥലം പോലും നമ്മുടെ വിവാഹ സ്ഥലങ്ങളിലില്ല. അടുത്ത് പള്ളിയുമില്ല, വീടുമില്ല. നമ്മൾ എന്താ ചെയ്യുക? അവിടെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് മറന്നുപോയി. നമ്മളും നിസ്കരിക്കുന്നില്ല. ഈ പരിപാടിക്ക് വന്ന ആൾക്ക് വഖ്ത് തെറ്റാതെ നിസ്കരിക്കാനുള്ള ഒരു സംവിധാനവും ചെയ്തു കൊടുക്കുന്നില്ല. എന്നിട്ടും നമ്മൾ പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന്. ഈ ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ആ നിലയിൽ അത് പ്രഖ്യാപിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ രോഗത്തിലാണെന്നും പ്രയാസമുണ്ടെന്നും ദുആ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യുവാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും ജീവിക്കുവാനുള്ള അവസരങ്ങൾ സൗകര്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.